ഡോക്ടർ മീനാറ്റി പിള്ള, ഇവർ രണ്ടുപേരും, ഒരാൾ പ്ലാനിംഗ് ബോർഡിൻ്റെ മുൻ അംഗമാണ്, ഒരാൾ പ്ലാനിംഗ് ബോർഡ് ഇപ്പോഴത്തെ മെമ്പറാണ്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടേതായ മേഖലകളിൽ നിന്നുകൊണ്ട് ഈ ബജറ്റിനെ കുറെ കൂടി കാണാൻ ആഗ്രഹിക്കുന്നവർ കൂടിയാകും. ഒരു സീനിയർ പ്രൊഫസർ എന്ന നിലയിൽ ഹയർ എഡ്യൂക്കേഷൻ ഏറ്റവും കൂടുതൽ ഫോക്കസ്ഡായ ഒരു സംസ്ഥാനമായി നമ്മൾ നിൽക്കുമ്പോൾ ഈ ബജറ്റിൻ്റെ ഒരു കൺസേൺ എത്രമാത്രം അതിലുണ്ട്? പ്രത്യേകിച്ച് ചീഫ് മിനിസ്റ്റർ സ്കോളർഷിപ്പ് പോലെയൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ഡിഫറൻ്റായി തോന്നി, വളരെ പ്രധാനപ്പെട്ടതുമായി തോന്നി. എന്താണ് അപ്രോച്ച്? ഈ ബഡ്ജറ്റ് വളരെ പോസിറ്റീവായിട്ട് ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിൽ നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ബഡ്ജറ്റിലുണ്ട്. പക്ഷേ എന്നാലും ലോകമെമ്പാടും വലിയ ഷിഫ്റ്റുകൾ വരുന്നൊരു കാലം കൂടിയാണിത്. വലിയ വലിയ പാരഡൈം ഷിഫ്റ്റ്സ് എഡ്യൂക്കേഷനിൽ വരുന്നൊരു കാലം കൂടിയാണ്. അപ്പോൾ ആ കാലഘട്ടത്തിന് ഒത്ത് ഉയരുന്ന ഒരു ബഡ്ജറ്റാണ്. ഇതിൽ പല കാര്യങ്ങൾ, ഇപ്പം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ആവട്ടെ. പക്ഷേ നേരത്തെ സാറ് പറഞ്ഞു, വിജയരാഘവൻ സാറ് പറഞ്ഞ പോലെ ഫോറിൻ യൂണിവേഴ്സിറ്റീസിനെ പറ്റിയുള്ളൊരു വലിയ ആശങ്ക ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിൽ നിൽക്കുന്ന ഒരു കാലം കൂടിയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഈ ഒരു ഉണർവിൻ്റെ, നേരത്തെ ഡോക്ടർ രാംകുമാർ സൂചിപ്പിച്ച പോലെ ഒരു ഉണർവ് ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിൽ നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമുക്കത് തോന്നുന്ന ഒത്തിരി കാര്യങ്ങൾ, IT പാർക്കുകളാവട്ടെ, സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസ് ആവട്ടെ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ആവട്ടെ, പിന്നെ ഒരു സാധാരണ നിലയിൽ DA കുടിശ്ശിക തൊട്ടുള്ള കാര്യങ്ങൾ, എനിക്ക് തോന്നുന്ന ഒത്തിരിയധികം ആങ്സൈറ്റീസ് ബഡ്ജറ്റിന് മുമ്പ് നിന്നിരുന്ന ഒത്തിരിയധികം ആങ്സൈറ്റീസിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് വളരെ 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 ബ്രില്യൻ്റായിട്ട് ഇത് അവതരിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ ബിറ്റ്വീൻ ദ കപ്പ് ആൻഡ് ദ ലിപ്പ് ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. അതെങ്ങനെ അഡ്രസ്സ് ചെയ്യപ്പെടും എന്നുള്ളത് ഇനി വരാൻ പോകുന്നൊരു വർഷം നോക്കി കാണേണ്ടത്. കാരണം ഒന്ന്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് വരുമ്പം എങ്ങനെയാണ് വരാൻ പോകുന്നു എന്ന് കേൾക്കുന്നു. അത് ഇവിടെ അല്ലെങ്കിൽ മറ്റ് പല ദിക്കുകളിലും വരും. അങ്ങനെ ഉള്ളപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ പലതരത്തിലുള്ള ബ്രെയിൻ ഡ്രെയിനുകൾ തടയുന്നത് എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. ഇപ്പം 2 മാസം മുമ്പ് ഞാൻ ഒരു കൊലാബറേഷൻ്റെ ഭാഗമായിട്ട് UK പോകുമ്പോൾ അവിടെയുള്ള പബ്ബുകളിലും ബാറുകളിലും റെസ്റ്റോറൻറ്റുകളിലും ഒക്കെ പണിയെടുക്കുന്നത് ഇന്ത്യൻ സ്റ്റുഡൻസാണ്. അപ്പം ഈ ഇന്ത്യൻ സ്റ്റുഡൻസ് ഇവിടുന്ന് ഭീമമായ ലോൺ എടുത്ത്, അതായത് UK-യിലെ ഒരു പേരൻ്റ് 9,000 പൗണ്ടുകൾ മാത്രമാണ് ഒരു കുട്ടിക്ക് ചിലവാക്കുന്നതെങ്കിൽ നമ്മൾ ഇവിടുന്ന് 30,000 പൗണ്ടാണ് പലപ്പോഴും ലോൺ എടുത്ത് ഒക്കെയാണ് നമ്മൾ കുട്ടികളെ അവിടെ അയക്കുന്നത്. പക്ഷേ അക്കാഡമിക് ആയിട്ടുള്ള ഒന്നുമല്ല അവർ പിന്നീട് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ എപ്പോഴും പറയാറുണ്ട്. പണ്ടൊക്കെ യൂണിവേഴ്സിറ്റീസിൻ്റെ പേരിലാണ് കുട്ടികൾ പോകുന്നതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ രാജ്യങ്ങളുടെ പേരിലാണ് പറയുന്നത്. കാനഡയിൽ പോകുന്നു, ഓസ്ട്രേലിയയിൽ പോകുന്നു എന്നുള്ളൂ. എവിടെ പഠിക്കുന്നു, യൂണിവേഴ്സിറ്റി ഏതെന്നുള്ളതൊന്നും ഒരു വിഷയം പോലും അല്ലാതായി മാറി.